നമസ്കാരം. ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ നാം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോകളിൽ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടത്തിലും ഉള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച് ചർച്ചയായി എന്നുണ്ടെങ്കിൽ നാം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്ന ഈ വീഡിയോയിൽ ആ രക്തക്കറ കണ്ടതിൽ ഒന്നും തന്നെ സ്വാഭാവികമായി കാണേണ്ടതില്ല എന്ന് നിരവധി ക്രിമിനൽ കേസുകളിൽ വാദിച്ചിട്ടുള്ള ഹസ്കർ എന്ന അഡ്വക്കേറ്റ് ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ KM ഷാജഹാൻ, അഡ്വക്കേറ്റ് KM ഷാജഹാൻ സാറിനോടൊപ്പവും അദ്ദേഹവും പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ ഈ രക്തക്കറ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കണ്ട രക്തക്കറ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടില്ല എന്ന വാദം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു വക്കീൽ ഉന്നയിച്ച കാര്യം നിരവധി ക്രിമിനൽ കേസുകളിൽ കൊലപാതകവും ആത്മഹത്യയെക്കുറിച്ചും വാദിച്ചിരുന്ന അസ്കർ എന്ന വക്കീൽ ചില വാദമുഖങ്ങൾ നിരത്തി. ആ വാദമുഖങ്ങൾ നിരത്തി അത് കേട്ട ഇത് ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞ ഒരു പ്രമുഖ മാധ്യമത്തിലൂടെ ചാനൽ ചർച്ചയിലൂടെ അദ്ദേഹം പറഞ്ഞതാണ്. ഏതായാലും അദ്ദേഹം നാം നിരത്തിയ പല വാദമുഖങ്ങളെയും വളരെ ഭംഗിയായി കൗണ്ടർ ചെയ്യുന്നതായിട്ടാണ് അതിൽ കേൾക്കാൻ കഴിഞ്ഞത്. വളരെ പ്രയാസത്തോടെയാണ് ആ ക്രിമിനൽ വക്കീൽ ഇതിനെല്ലാം എതിരായി എതിർത്ത് വാദിച്ചത് നാം ഉൾപ്പെടെയുള്ളവർ കേട്ടത്. ഏതായാലും ആ ക്രിമിനൽ വക്കീൽ സംസാരിച്ച ശബ്ദ ശകലത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. നവീൻ ബാബുവിൻ്റെ കുടുംബം, കേരളത്തിലെ സമൂഹം വളരെ പ്രതീക്ഷയോടെ 12-ാം തീയതി ഈ കേസിൻ്റെ വാദമുഖങ്ങളിലേക്ക് പോകുമ്പോൾ അല്പം മുമ്പ് വരെ നാം ചെയ്ത വീഡിയോയിൽ നാം പറഞ്ഞിരുന്നത് പോലീസിന് പറ്റിയ പിഴവാണ് ഈ രക്തക്കറ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ തയ്യാറാക്കിയപ്പോൾ ഇൻക്വസ്റ്റിൽ തയ്യാറാക്കിയ കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നില്ല എന്ന് നാം പറഞ്ഞത് എങ്കിൽ ആ രക്തക്കറ ഉണ്ടായി എങ്കിൽ പോലും പല ആത്മഹത്യകളിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു വാദമുഖവും ഈ ഹസ്കർ എന്ന വക്കീൽ പറയുന്നു. രണ്ടാമത് നമുക്ക് സൂചിപ്പിക്കാൻ നാം ഉൾപ്പെടെ കേരള സമൂഹം കേട്ട ഈ അനിൽ എന്ന അഡ്വക്കേറ്റ് പറഞ്ഞതും നമ്മുടെ വായിച്ചറിവും ഈ മരണത്തെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമ്മൾ വായിച്ചറിഞ്ഞതും അതിലുണ്ടായിരുന്ന ആന്തരിക അവയവങ്ങൾ ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് വെച്ചിട്ടില്ല എന്നാണ്. ഇപ്പോഴും ആ വാദത്തിൽ തന്നെയാണ് കുടുംബം നിൽക്കുന്നത്. ഇവിടെ ഈ ഹസ്കർ എന്ന വക്കീൽ പറയുന്നു, പരിയാരം മെഡിക്കൽ കോളേജ് എന്നല്ല എവിടെയായാലും ആന്തരിക അവയവങ്ങൾ സൂക്ഷിക്കണം എന്ന്. ശരി, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് കോടതി വഴി ആ ആശുപത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം ആ ആന്തരിക അവയവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. കൂടാതെ കുടുംബം ഉന്നയിച്ച മറ്റൊരു വാദമുഖത്തിനും ഒരു ക്ലോസ് കൂടെ ഈ ഹസ്കർ എന്ന ക്രിമിനൽ വക്കീൽ, അദ്ദേഹം പാർട്ടിയുടെ വക്കീലാണ്, പാർട്ടിക്ക് വേണ്ടി LDFിൻ്റെ CPM അനുഭാവി എന്ന ചർച്ചകൾ പങ്കെടുക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നു, കുടുംബം പറഞ്ഞിരുന്നത് കുടുംബം കൂടി വന്നിട്ടേ ഇൻക്വസ്റ്റും തയ്യാറാക്കാവൂ, പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം കുടുംബത്തിൻ്റെ സാന്നിധ്യം വേണം എന്ന് പറഞ്ഞ ആ വാദമുഖത്തെയും അദ്ദേഹം ഖണ്ഡിച്ചുകൊണ്ട് കേരള പോലീസിൽ ഇങ്ങനെ 4 മണിക്കൂർ വരെ കാത്തിരിക്കാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ എന്തൊക്കെയാണോ കേരള സമൂഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ പോസ്റ്റ്മോർട്ടത്തിന് മേലും ഇൻക്വസ്റ്റിന് മേലും ഉന്നയിച്ച വാദമുഖങ്ങളെ കൗണ്ടർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ നിയമത്തിൽ നിരവധി ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്ന് നാം കേട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം. ഉടയ തമ്പുരാൻ അവരോടൊപ്പം തന്നെ നിൽക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അവരുടെ വാദമുഖങ്ങൾക്ക് ഇത്തരത്തിൽ ഉള്ള കൗണ്ടർ വാദമുഖങ്ങൾ, ഇത്തരത്തിലുള്ള തിരിച്ച് ഉള്ള പ്രതിവർത്തമാനങ്ങൾ നാം ഉന്നയിക്കുന്നതിന്, അതായത് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിക്കുന്നതിന് തീർത്തും
അനുകൂലമായ അതിൽ ആ വാദമുഖങ്ങൾക്ക് അവർ പറയുന്നതിന് കൃത്യമായ നിയമവശങ്ങളോട് കൂടി തന്നെ അവർ പറയും, അവർക്ക് വേണ്ടി തന്നെ അവർക്ക് ഒപ്പം തന്നെ എല്ലാം നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും ഇത്തരം വാദമുഖങ്ങൾ പ്രതിഭാഗത്തിന് വേണ്ടി നിരവധി ക്രിമിനൽ കേസുകൾ ബാധിച്ചിട്ടുള്ള ഈ വക്കീൽ പറയുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ആശ്വസിക്കാനുള്ളത്. ഈ ആന്തരിക അവയവങ്ങൾ ഈ ആശുപത്രിയിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ? ആന്തരിക അവയവങ്ങളിൽ നമുക്ക് അത് സൂക്ഷിക്കും എന്നാണ് പറയുന്നത്. ഒരു ദിവസത്തെ ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് അവിടെ ലോഗ് ബുക്കിൽ ഇത് ചെയ്യുന്ന ഡോക്ടർ രേഖപ്പെടുത്തും എന്നും സാധാരണ നിലയിൽ അങ്ങനെ ചെയ്യാറുണ്ടെന്നും ഈ വക്കീൽ പറയുന്നു. ഹസ്കർ എന്ന വക്കീൽ, ദയവായി അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. ഏതായാലും ചെറിയൊരു ആശ്വാസം, ഈ ആന്തരിക അവയവങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആശുപത്രി അധികൃതർ എന്ത് കാണിച്ചു എന്നുള്ളതിൽ മാത്രമാണുള്ളത്. നമുക്കത് കേൾക്കാം. നന്ദി, നമസ്കാരം. ഈ ഫോറൻസിക് സയൻസിനെ കുറിച്ച് ബാലപാഠം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ വർത്തമാനം പറയുന്നത്. പെറ്റക്കൽ ഹെമറേജ് എന്ന് പറയുന്നത് ചോര പൊടിയുന്ന അവസ്ഥയാണ്. നിശ്ചയമായും അങ്ങനെ പെറ്റക്കൽ ഹെമറേജ് ഉണ്ടായാൽ നിശ്ചയമായും വസ്ത്രങ്ങളിൽ ചോര പൊടിയും. ചോര ഉണ്ടാവും, പരിശോധിച്ച്. പിന്നെ 2, ആത്മഹത്യയാണെങ്കിൽ ഈ ഹാങ്ങിങ് ഡെത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡറും സ്റ്റൊമക്ക് എംപ്റ്റി ആയിരിക്കും. ഇത് സാധാരണഗതിയിൽ നാം കണ്ടുവരുന്ന ആത്മഹത്യകളിൽ ഭൂരിപക്ഷം വരുന്നത് ഇതൊക്കെ സയൻസാണ്. ആ സയൻസിനെ മാറ്റി കൗണ്ടറായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് ഹസ്ക. ഒരാൾ സ്വയം തൂങ്ങുകയാണെങ്കിൽ ആ മരണവെപ്രാളത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മൊത്തം അദ്ദേഹം ഈ നഖമിട്ട് മാന്തിയതിന്റെ പാടുകളൊക്കെ കാണും. ഈ ഇവിടെ ഒന്നുമില്ല, ഒരു പരിക്കുമില്ല. അത് ചോദിച്ചാലോ എന്തുകൊണ്ടുണ്ടായി ശാന്തരായി തൂങ്ങി മരിക്കുകയായിരുന്നോ? അങ്ങനല്ല, അങ്ങ് ചോദിച്ചത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാ ആത്മഹത്യകളിലും അങ്ങ് വേണമെന്നില്ല. അങ്ങ് പരിശോധിക്കൂ. യഥാർത്ഥത്തിൽ കേരളത്തിൽ നമുക്ക് വളരെ പ്രശസ്തനായ ഒരു ഫോറൻസിക് സയൻസ് ഡോക്ടർ ഉമാദത്തൻ, അദ്ദേഹത്തിന്റെ പ്രഗത്ഭമായ 2 പുസ്തകങ്ങൾ ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ അതിലും പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർ മുരളി കൃഷ്ണ അറിയോ താങ്കൾക്ക്? കേരളത്തിലെ ആദ്യത്തെ ഫോറൻസിക് ഡയറക്ടർ രാജൻ കേസടക്കം തെളിയിക്കുന്നതിൽ നിർണായകമായ കണ്ടെത്തൽ നടത്തിയ ഡോക്ടർ മുരളീകൃഷ്ണന്റെ പുസ്തകം കൂടെ വായിക്കണം കേട്ടോ. അല്ല, ഉണ്ടെന്നേ. ഏറ്റവും ആധികാരികമായി ഇതിനെ സംബന്ധിച്ച് നിരവധി ഉമാദത്തനേക്കാൾ സീനിയർ ആണ്, അതുകൂടെ വായിക്കണം. ഞാനത് ഡോക്ടർ മുരളീകൃഷ്ണനെ നിരാകരിക്കാനെന്നുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ലെന്നേ. ഞാനൊന്നും അദ്ദേഹത്തെ നിരാകരിക്കുന്നല്ല. ഞാൻ ഈ പറയുന്നത് ബേസിക് സയൻസ് ആണ്, ബേസിക് ഫോറൻസിക് സയൻസ് ആണ്. പക്ഷെ അങ്ങനെ ഒരു ഫോറൻസിക് സയൻസ് വിദഗ്ധന്റെ കൂടി സേവനം ഈ ചർച്ചയിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അങ്ങേക്ക് ഈ പറയുന്ന വിഡ്ഢിത്തരത്തിലേക്ക് വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച് തെളിയിച്ച ഒരു IPS ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അപ്പുറത്തിരിക്കുമ്പോൾ ഇതുപോലുള്ള വിഡ്ഢി ചോദ്യങ്ങൾ വിഡ്ഢിയാണ് ഞങ്ങൾ പറയും. അങ്ങനെയല്ല, ആ ഒരു കേസ് അന്വേഷിച്ച NIA ഉൾപ്പെടെ ജോലി ചെയ്ത രാജ്മോഹൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ ഇരിക്കുകയാണ്. പറയാനായിട്ട് മൂന്ന് കാര്യങ്ങൾ. എന്ത് 3 കാര്യങ്ങൾ? തിയറിയിലുള്ള പാണ്ഡിത്യം കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളാണ് പമ്പര വിട്ടി. അങ്ങനല്ല, നിങ്ങളുടെ വിഡ്ഢിത്തരം മൊത്തം നിങ്ങളാണ് പമ്പര വിട്ടി. വിഡ്ഢിത്തൊന്നും പറയരുത്, വിഡ്ഢിത്തൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങൾ വലിയ കൂടിയ പണ്ഡിതനാണെന്ന് നോക്കണ്ട. ഒരു സാധാരണ അഭിഭാഷകൻ മാത്രമാണ് നിങ്ങൾ. ഒരു മിനിറ്റ്
മാന്യമായി സംസാരിക്കും നിങ്ങൾ. നമ്മുടെ വിഷയം ഇതല്ല. തർക്കിക്കയല്ല. പ്രിയപ്പെട്ട ഷാജാൻ, പിന്നെ നിങ്ങൾ വലിയ ആളൊന്നും ആവണ്ട. പ്രിയപ്പെട്ട നിങ്ങൾ വിഡ്ഢിത്തമുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കണ്ട. നിങ്ങൾ ഫാക്ട്സ് മറുപടി പറയൂ. നിങ്ങൾ ബുദ്ധിജീവിയൊന്നുമല്ല. നിങ്ങൾ വലിയ ബുദ്ധിജീവിയൊന്നുമല്ല. നിങ്ങൾ തിയറി അല്ല പഠിപ്പിക്കേണ്ട, ഫാക്ട്സിന് മറുപടി പറയാം. ഇൻക്വസ്റ്റിന്റെ സമയത്ത് നിശ്ചയമായും വസ്ത്രങ്ങൾ മുഴുവൻ മാറി പരിശോധിക്കുക. അതിൽ ശരീരത്തിൽ ഏതൊരു മൃതശരീരത്തിൽ പാടുകളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് ഇൻക്വസ്റ്റ്. അത് അപ്പാരന്റ് കോസ് ഓഫ് ഡെത്ത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇൻക്വസ്റ്റിന്റെ പ്രാഥമികവും ആത്യന്തികവുമായിട്ടുള്ള ലക്ഷ്യം. ഇൻക്വസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന വസ്ത്രങ്ങളാകുമ്പോൾ പാക്ക് ചെയ്തു സീല് ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ സീൽ ചെയ്ത് അത് ഫോറൻസിക് സയൻസ് വിദഗ്ധൻ, അതായത് പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി ചെയ്യുന്ന വിദഗ്ധന്റെ അടുത്തേക്ക് എത്തിക്കും. അത് അതിന്റെ ഒരു നടപടിക്രമമാണ്. അതും ഇൻക്വസ്റ്റ് പരിശോധിച്ചതിന് ശേഷം ഭൂരിഭാഗം കേസുകളിലും ഇൻക്വസ്റ്റ് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഓട്ടോപ്സി സാധാരണഗതിയിൽ ഒരു ഫോറൻസിക് സർജൻ തുടങ്ങാറുള്ളത്. ആ ഓട്ടോപ്സി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഓട്ടോപ്സി തീർന്നു കഴിയുമ്പോൾ ലഭിക്കുന്ന മുഴുവൻ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഇതിലൊരു ഒരാൾക്കും അങ്ങനെ എതിരഭിപ്രായം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട്, ഇതില് ഇപ്പോ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതാണ് പ്രാഥമികമായി ഇക്കാര്യത്തിൽ വരുന്നത്. ഞാൻ പരിശോധിച്ചതിൽ, എൻ്റെ അനുഭവ പരിജ്ഞാനത്തിൽ ഞാൻ പരിശോധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത് ആത്മഹത്യയിലേക്ക് തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി സംശയമുണ്ട് എങ്കിൽ ഇപ്പൊ നിർഭാഗ്യവശാൽ ആ ബോഡി ബറിയഡ് അല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നിർഭാഗ്യവശാൽ വീണ്ടും ഒരു ഓട്ടോപ്സിക്കുള്ള സാധ്യത ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ലഭിക്കുന്നത് ഇനി ലഭിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ അനാലിസിസിലേക്ക് ആന്തരിക അവയവങ്ങളും ബ്ലഡ് സാമ്പിൾസും പ്രിസർവ് ചെയ്ത് അയച്ചിട്ടുണ്ട്. എല്ലാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലും ഇന്റേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്ത് കെമിക്കൽ അനാലിസിസിന് അയച്ചു എന്നുള്ള രീതിയിൽ വരണമെന്നില്ല. ഇല്ലാത്ത റിപ്പോർട്ടുകൾ ഒന്നല്ല, ഒരു 100 എനിക്ക് കണ്ടെത്തി തരാൻ കഴിയും. ഞാനിത് നിങ്ങൾ തർക്കിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതില് സെപ്പറേറ്റ് റിപ്പോർട്ടായിട്ട് കെമിക്കൽ അനാലിസിസ് റിക്വസിഷനോടുകൂടി സെപ്പറേറ്റ് റിക്വസ്റ്റോടുകൂടി ഫോറൻസിക് സയൻസ് വിദഗ്ധൻ നിശ്ചയമായും അത് ചെയ്തിരിക്കും. അദ്ദേഹത്തിന്റെ ലോഗ് ബുക്കിൽ അന്ന് നടന്നിട്ടുള്ള മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും. രേഖപ്പെടുത്തണമെന്നാണ് ചട്ടം. കേരള മെഡിക്കൽ ലീഗൽ റൂൾസ് അനുസരിച്ച് അത് രേഖപ്പെടുത്തണം. അങ്ങനെ ചെയ്തിരിക്കും. അതിലൊന്നും ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. ഇതിനെ മറികടന്നുകൊണ്ട് അതും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ HODക്ക് വിചാരിക്കുന്ന വിഡ്ഢിത്തരം മാത്രമാണ്. അങ്ങനെ നമുക്ക് വിമർശിക്കാം. അദ്ദേഹം ചെയ്ത അതിന് വരിയിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അത് ഉണ്ടായിട്ടുള്ള അക്ഷരങ്ങളെ നമുക്ക് വിമർശിക്കാം. മാത്രമല്ല കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പ്രിജിത്ത് അന്നേ ദിവസം 15/10/2024 ചെയ്തിട്ടുള്ള പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ ലോഗ് ബുക്കുകൾ പരിശോധിച്ച വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ അതിനകത്ത് വ്യക്തത ഉണ്ടാവും. അങ്ങനെ മരണസമയം അതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടില്ല എന്നുള്ളതൊരു വലിയ അപാകതയിൽ കണ്ട അദ്ദേഹത്തിന് അഡീഷണൽ റിപ്പോർട്ട്, ഇത് ഒരു റിപ്പോർട്ട് മാത്രമല്ല, ഒന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ ഒരു ഇൻഫർമേഷൻ, ഒരു ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഇൻഫർമേഷൻ ലഭിച്ച 4 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് പൂർത്തീകരിക്കണമെന്നുള്ള ഒരു സർക്കുലർ നിലവിലുണ്ട്. ഒന്ന് പോട്ടെ. രണ്ട്, ഇപ്പോ ഒരാൾ തൂങ്ങി മരിച്ചു നിൽക്കുന്നതായി പോലീസിന് ഇൻഫർമേഷൻ ലഭിക്കുന്നു. പോലീസ് വന്ന് കാണുന്നു. ബന്ധുക്കൾ വരുന്നത് വരെ അത് കാത്തിരിക്കുക എന്ന് പറയുന്നത് മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവ് കൂടിയാണ്. സ്വാഭാവികമായും റവന്യൂവിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇൻക്വസ്റ്റ് നടത്തുന്നതിന് 5ഓളം സ്വതന്ത്ര സാക്ഷികൾ, റവന്യൂവിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ അടക്കം 5ഓളം സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. നിങ്ങൾ നിൽക്കുന്ന വാദമുഖങ്ങൾ വിജയിക്കില്ല. മറിച്ച് സമയബന്ധിതമായി തീർക്കുക എന്നുള്ളത് നിയമപരമായ പോലീസിന്റെ ബാധ്യതയാണ്. ആ നിയമപരമായ ബാധ്യത പോലീസ് ചെയ്തിട്ടുണ്ട്.